Hi friends, Samsung Galaxy M31 എന്ന ഫോണിൻ്റെ റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ ഫോൺ വാങ്ങിയിട്ട് 4 മന്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. Computer and mobile tips, Android, iOS, Windows, website tips. Subscribe now. Press the bell icon, never miss update. ഞാനിത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. ആമസോണിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നതാണ്. അപ്പോൾ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 2020 നവംബർ 1 ഓൺലൈൻ സൈറ്റായ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ഫോൺ വാങ്ങിയത്. അന്ന് ഷൂട്ട് ചെയ്ത അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അന്ന് നമ്മളുടെ ചാനലിൽ അൺബോക്സിംഗ് വീഡിയോ ചെയ്തില്ലായിരുന്നു. അതിന് കാരണം ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഉപകാരപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് 4 മാസങ്ങൾ കഴിഞ്ഞു. ഈ ഫോണിൽ വലിയ ഇഷ്യൂ ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫ്ലിപ്കാർട്ടിൽ നിന്നും ഇതുപോലെയുള്ള ഒരു ബോക്സിലാണ് ഈ ഒരു ഫോൺ വന്നത്. വളരെ നല്ലൊരു പാക്കിങ്ങിലാണ് ഈ ഒരു ഫോൺ കയ്യിൽ കിട്ടിയത്. അതിൻ്റെ കൂടെ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. 17,280 രൂപ കൊടുത്താണ് ഈ ഒരു ഫോൺ വാങ്ങിയത്. കാരണം 2 വേരിയൻ്റ് ഉണ്ട്. ഒന്ന് 64 GB, അതുപോലെ തന്നെ 128 GB. 64 GBക്ക് ഏകദേശം 15,000 ഉണ്ട്. 128 GBക്ക് 17,000 സംതിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ സ്റ്റോറേജ് കൂടുതലുള്ള ഫോണായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഒരു 2,000 രൂപ കൂടിയാലും കുഴപ്പമില്ല. നിങ്ങൾ കൂടുതൽ സ്റ്റോറേജ് ഉള്ള ഫോണായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. ഫോൺ ഉപയോഗിച്ച് ആദ്യം നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, പിന്നീടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. കാരണം ഈ 15,000 രൂപ കൊടുത്ത് ഈ ഒരു ഫോൺ വാങ്ങിയ ശേഷം നിങ്ങൾക്ക് സ്റ്റോറേജ് കിട്ടാതെ വരുമ്പോൾ മെമ്മറി കാർഡ് ഇടാം. പക്ഷേ ഏറ്റവും ബെറ്റർ 128 GB തന്നെയാണ്. ബോക്സിൻ്റെ സൈഡ് വശത്തായി സാംസങ് ഗാലക്സി M31 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തും M31 എന്ന് കുറച്ച് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഫോണിനെ കവർ ചെയ്തിട്ടുണ്ട്. ഫോണിനെ കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. ഇനി ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. 51 വാട്ടുള്ള ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. കൂടെ ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. പിന്നെ ഉള്ളത് സിം റിജക്ടർ ടൂളും കുറച്ച് ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് നോക്കാം. ഇതിൻ്റെ റിയർ സൈഡിൽ നോക്കിയാൽ ഒരു പ്ലാസ്റ്റിക് ഡിസൈനാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഫോണിനെ കൂടുതൽ പേരും ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ ബാറ്ററിയാണ്. 6000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ ബാക്കപ്പ്. 6000 mAh ബാറ്ററി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മൊബൈലിന് ഭാരം കൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് കിട്ടാൻ വേണ്ടി ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ഒന്നും ഉപയോഗിക്കാതെ പ്ലാസ്റ്റിക് മാത്രം ഉപയോഗിച്ചത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രൈ ഉള്ളത്. സിം ട്രൈ ആകട്ടെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ ഒരേ സമയം നമുക്ക് മെമ്മറി കാർഡും 2 സിമ്മും യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ ആൻഡ് ഓൺ ബട്ടൺ കാണാം. പിന്നെ ഏറ്റവും താഴ്ഭാഗത്തായി 5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ ടൈപ്പ് സി പോർട്ടുണ്ട്, മൈൻ മൈക്രോഫോൺ, സ്പീക്കർ എന്നിവ കാണാം. പിന്നെ ഇതിൻ്റെ റിയർ സൈഡിലാകട്ടെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. കൂടെ LED ഫ്ലാഷ്, 64 MP എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാകട്ടെ 6.4 ഇഞ്ചിൽ വരുന്ന AMOLED LED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിറ്റി U ഡിസൈനിലാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഗാലക്സി M31ൽ 2 വേരിയൻ്റ് ഉണ്ട്. 6 GB RAM, അതുപോലെ 64 GB സ്റ്റോറേജ്. ഇതിൻ്റെ വില 15,000. അതുപോലെ 6 GB RAM 128 GB സ്റ്റോറേജ്, വില 16,000. 6.4 ഇഞ്ച് AMOLED LED HD ഡിസ്പ്ലേ, Gorilla Glass 3.
കൂടെ ഫിംഗർ സെൻസ്, ഫേസ് അൺലോക്ക്. എക്സിനോസ് 9611 ആണ്. പിന്നെ 6GB RAM, സ്റ്റോറേജ് 128 ആൻഡ് 64GB. ഓൺ UI 2.0 Android 10. ഇതിൻ്റെ മെയിൻ ക്യാമറ 64 മെഗാപിക്സൽ, 8 മെഗാപിക്സൽ വൈഡ് ആംഗിൾ, മാക്രോ ലെൻസ് വരുന്നത് 5 മെഗാപിക്സൽ, പിന്നെ ഡെപ്ത് വരുന്നത് 5 മെഗാപിക്സൽ. ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സൽ. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 6000 mAh, 15 വാട്ടുള്ള ഫാസ്റ്റ് ചാർജർ. ഓൺ UI 2.0 Android 10 ആണ്. കാണാൻ നല്ലൊരു പെർഫെക്റ്റ് ലുക്കാണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ സെൻസ് നല്ല ഫാസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിന് പ്രോബ്ലം ഒന്നും കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫേസ് അൺലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2 അപ്ഡേറ്റ് കഴിഞ്ഞ ശേഷം പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ വളരെ ഫാസ്റ്റായി ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യുന്നു. പിന്നെ ഫോണിൻ്റെ അബൌട്ട് സെക്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. 6GB RAM, അതുപോലെ 128GB സ്റ്റോറേജ്. പിന്നെ ഇതിൽ നമ്മുടെ കണ്ണിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഡാർക്ക് മോഡ് എന്നൊരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. ഇത് ഓൺ ചെയ്തിട്ടാൽ ഇതുപോലെ ഡാർക്കായിട്ട് കുറഞ്ഞ ലൈറ്റിൽ നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ സാർ വാല്യൂ കാണാൻ വേണ്ടി *#07# അടിച്ചാൽ ഇതിൻ്റെ സാർ വാല്യൂ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബാക്ക് ക്യാമറ ലൈവ് ഫോക്കസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലറാക്കി ഫോട്ടോ എടുക്കാൻ സാധിക്കും. പിന്നെ 2 രീതിയിൽ ഇതിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഒന്ന് നോർമൽ ആൻഡ് വൈഡ് ആംഗിൾ. നോർമൽ എന്ന് വെച്ചാൽ സാധാരണ ഇതുപോലെ ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ വൈഡ് ആംഗിൾ, ഇപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇത് വൈഡ് ആംഗിൾ വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാവരെയും നമുക്ക് ഈ ഫോട്ടോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അതുപോലെ ഫോട്ടോ മാത്രമല്ല, നമുക്ക് വീഡിയോ കൂടി ഇതുപോലെ വൈഡ് ആംഗിൾ എടുക്കാൻ സാധിക്കും. അതായത് ഗോപ്രോ ക്യാമറ ഒക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, ഇത് ഫുൾ കവറായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. വീഡിയോയുടെ റെസൊല്യൂഷൻ ആകട്ടെ നമുക്ക് ഫുൾ HD ആൻഡ് 4K വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ മോർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതലായി പുതിയ മറ്റു ഓപ്ഷനുകൾ കാണാം. ഫോൺ വാങ്ങിയ ഉടനെ ഈ ഒരു ഓപ്ഷനൊന്നും കാണാൻ സാധിച്ചില്ല. ശേഷം ഞാൻ ഈ ഒരു ഫോൺ അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഇത്തരം ഫ്യൂച്ചറുകൾ കാണാൻ സാധിച്ചത്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറയിലാകട്ടെ അതിലും വൈഡ് ആംഗിളിലൂടെ നമുക്ക് ഫോട്ടോ ആൻഡ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഫ്രണ്ട് ക്യാമറയിലൂടെ തന്നെ നമുക്ക് ഫുൾ HD ആൻഡ് 4K വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിലൂടെ ഷൂട്ട് ചെയ്ത കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗൈസ്, ഈ ഫോൺ ഉപയോഗിച്ച് 4 മാസം കഴിഞ്ഞതിന് ശേഷം ഈ ഫോണിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആയതിനാൽ ഇതിനൊരു ഭംഗി കുറവുണ്ട്. കാരണം ഇവിടെയൊക്കെ സ്ക്രാച്ച് വീണാൽ വളരെ ബോറായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പോലും ഇതുപോലുള്ള കവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫെക്റ്റ് ലുക്കാണ് ഈ ഒരു ഫോൺ തരുന്നത്. നിങ്ങൾക്കും ഇതുപോലെ കവർ കേസ് ആവശ്യമാണെങ്കിൽ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആമസോൺ ലിങ്ക് ഉണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് കവർ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ക്വാളിറ്റി AMOLED ഡിസ്പ്ലേ ആണ്. സാധാരണ രീതിയിൽ ഡിസ്പ്ലേയിലും പ്രോബ്ലംസ് വരാറുണ്ട്. എന്നാൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ സൺലൈറ്റ്, വിസിബിലിറ്റി, മറ്റു പ്രോബ്ലംസ് ഒന്നും കാണാൻ സാധിച്ചില്ല.
കൂടാതെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പൊളിയാണ്. പിന്നെ കോൾ ചെയ്യുമ്പോൾ ഹീറ്റിംഗ്, സൗണ്ട് പ്രോബ്ലം ഇത് ഒന്നും തന്നെയില്ല. പിന്നെ ഡോൾബി അറ്റ്മോസ് ഉള്ളതിനാൽ ഇയർഫോൺ യൂസ് ചെയ്ത് നല്ല സൗണ്ട് എഫക്റ്റിലൂടെ പാട്ട് കേൾക്കാൻ സാധിക്കും. സാധാരണ സാംസങ് ഫോണൊക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം ഹാങ് ആവാറാണ് പതിവ്. എന്നാൽ M31 ഹാങ്, ലാഗ് പോലുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. 3D ഗെയിംസ്, PUBG പോലുള്ള ഗെയിമുകളൊക്കെ നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ സാധിക്കുന്നു. കൂടാതെ വീഡിയോ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ മികച്ച പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ തരുന്നത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് 6GB RAM അതുപോലെ തന്നെ 128GB സ്റ്റോറേജ് ആണ്. അതിനാൽ നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു ഇഷ്യൂം തന്നെ ഈ ഫോണിലില്ല. 9611 എന്ന മികച്ച പ്രോസസ്സറാണ് ഇതിലും നൽകിയിട്ടുള്ളത്. സാംസങ്ങിൻ്റെ M21 മിക്ക ഫോണുകളിലും ഇത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനാൽ പ്രോസസ്സറിൻ്റെ പെർഫോമൻസിലും ഒരു തരത്തിലുള്ള പ്രോബ്ലംസും കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറയിൽ വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും കണ്ടിട്ടില്ല. കുറേ സമയം ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഹീറ്റാകാറുണ്ട്. പിന്നെ ഫോക്കസ് ഹണ്ടിങ് എന്നൊരു പ്രോബ്ലം കൂടി ഇതിലുണ്ടായിരുന്നു. പുതിയ അപ്ഡേറ്റിലൂടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോക്കസ് ഹണ്ടിങ് എന്നൊരു പ്രോബ്ലം വലിയ രീതിയിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റി നല്ല മികച്ച ക്വാളിറ്റിയാണ്. നാച്ചുറൽ ലൈറ്റ് ഉപയോഗിച്ച് മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ ഒരുപോലെ നല്ല രീതിയിലുള്ള ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ക്യാമറ ഭാഗത്തുനിന്ന് മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ലൈവ് ഫോക്കസ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടാണ് ഇത് വരിക. അപ്പോൾ ചില സമയങ്ങളിൽ ഇതിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ പെർഫെക്റ്റ് അല്ലായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഏറ്റവും താഴ്ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് എന്നൊരു ഭാഗം സെലക്ട് ചെയ്ത ശേഷം നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് എവിടേക്കാണ് ബ്ലർ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ സിമ്പിളായി എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സാംസങ്ങിൻ്റെ മറ്റു ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിൽ നല്ലൊരു ഫോണാണ് സാംസങ് ഗാലക്സി M31. ഇനി ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6000 mAh ബാക്കപ്പാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അതുകൊണ്ട് നമുക്ക് 2 ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം വരെ ഇത് നമുക്ക് ചാർജ് ചെയ്യാതെ ഉപയോഗിച്ച് തുടങ്ങാം. പക്ഷേ ഈ ഒരു ഫോണ് ബാറ്ററി ഫുൾ ചാർജ് ആക്കണമെങ്കിൽ ഏകദേശം 2.5 മണിക്കൂർ വരെ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. 15 വാട്ട് ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ പോലും ഏകദേശം 2-2.5-3 മണിക്കൂറെങ്കിൽ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് ബാറ്ററി ഫുൾ ചാർജ് ആവുക. നല്ല ഹെവി യൂസറിന് 1.5 ദിവസം വരെ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാതെ ഉപയോഗിക്കാം. ഞാൻ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് 2 ദിവസം വരെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എത്താറുണ്ട്. ഒരു രീതിയിലും പ്രശ്നമില്ലാത്ത നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.